കോഴിക്കോട് വന്നാൽ ബോംബെ റെസ്റ്റോറൻറ്റ് സന്ദർശിക്കാതെ ഒരു മടക്കല്ലേ ആർക്കായാലും. അപ്പോൾ എന്തായാലും വൈകുന്നേരമാണ്, എന്നാലൊരു ബിരിയാണി അടിക്കണം, ഒരു സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം. പോയി നോക്കാം, നല്ല തിരക്കാണ് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, മുകളിലിരിക്കാം. അപ്പോൾ നല്ല സീറ്റിലൊക്കെ ഇരുന്നുണ്ട്, നമുക്ക് ഓർഡർ ചെയ്യാം. ഇവിടുത്തെ ബിരിയാണി പണ്ട് മുതലേ ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും എന്തോ കഴിക്കാം. സാധനം വരുന്നുണ്ട്. കുറേ ആയിട്ട് ഇവിടുത്തെ ബിരിയാണി കഴിച്ചിട്ട് എന്നെന്തായാലും ഞാൻ കഴിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വൈഫ് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. വൈഫ് കഴിക്കട്ടെ, ഞാൻ ചായ പറഞ്ഞത്. ചായ ഒരു പഴം നിറച്ചു. ഇവിടുത്തെ വൈകുന്നേരത്തെ ഒരുപാട് കടികളുണ്ട് കേട്ടോ, ഞാനതൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ബിരിയാണീൻ്റെ കൂടെ ഈ അച്ചാർ ഭയങ്കര സ്പെഷ്യലാണ്. ചമ്മന്തി, തൈര്, ഇത്രയാണ് സാധനം. ബിരിയാണി തുടങ്ങിക്കോ, ചായ മതി. ബീഫാട്ടോ പറഞ്ഞ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും. 2 പീസായിരിക്കാം, 2 പീസ്. എന്തായാലും ഇങ്ങനെ നോക്കിയിരിക്കും പോലെ ഏശ റൈസ് ടേസ്റ്റ് ചെയ്യുക. റൈസ് അല്ലേ, റൈസ് മാത്രം കഴിക്കാം. ഇത്രയൊന്നും വേണ്ട. നമുക്ക് പഴം നിറച്ച് നല്ല പുറത്ത് നല്ല ഒരു ക്രിസ്പി ആയിട്ട് അത് ടേസ്റ്റ് ചെയ്താൽ. അപ്പം ചായ കുടിക്കാനാണ് വന്നത്. പക്ഷേ ബിരിയാണി കണ്ട സ്ഥിതിക്ക് ഒന്ന് ടേസ്റ്റ് അടിക്കാണ്ടിരുന്നാൽ അതൊരു മോശമല്ലേ ബിരിയാണിക്ക്. നോക്കാം, കോഴിക്കോട് ബിരിയാണി. ഈ ബിരിയാണി കഴിക്കുമ്പോഴേ ഒരു ചെറിയ പീസും കൂടി എടുത്തേക്കാം അല്ലേ. ഇതാണ് കുഴപ്പം, ചെറിയ എന്താ പൊടിഞ്ഞ് അലിഞ്ഞ് വരുന്നു. അച്ചാറും കൂട്ടിയിട്ട് കഷ്ണം കുടിച്ചോളൂ. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ മട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. അതൊരു കഴിച്ചിട്ടില്ല. ഇവിടുന്ന് ചിക്കനും ബീഫൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ അച്ചാർ നമ്മളെ ഡേറ്റ്സ് കാരൊക്കെയാന്ന് തോന്നുന്നു. ആ ഒരു മധുരത്തിനുള്ള അച്ചാറായിരിക്കും അവിടെ. ചമ്മന്തി ഇതെല്ലാം കൂടി കൂട്ടി എങ്ങനെ കഴിക്കുക. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളിൽ ബിരിയാണി ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഈ വലിയ പഴയ പാരമ്പര്യമുള്ള ഹോട്ടലുകളിൽ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ വേറൊരു ടേസ്റ്റ് സാധനമായില്ല. മറ്റേത് വേറൊരു രീതി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പല രീതി എന്തായാലും ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റ് ഉണ്ടാവും. അത് എങ്ങനെയായാലും സെറ്റായിരിക്കും. പക്ഷെ അത് ഈ നമ്മൾ ബിരിയാണി കഴിക്കാനാണെങ്കിൽ പഴം നിറച്ചതിനെ വിട്ടു വന്നിട്ട് പുറത്ത് നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. ചായ പിന്നെ എനിക്കൊരു നോർമൽ ചായ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്തൊക്കെയാണ് നമ്മളെ ചാനലിൽ കോഴിക്കോട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആയി കിടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് കയറി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു. നമ്മൾ കോഴിക്കോട് എനിക്ക് തോന്നുന്നു 90% കോഴിക്കോട് ഹോട്ടലുകളാണ് നമ്മളെ ചാനലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടൊക്കെ കേട്ടോ. നമ്മളെ വ്യൂവേഴ്സൊക്കെ കുറവാണ്, ചെറിയ ചാനലല്ലേ. അപ്പോൾ ഒന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കണേ. കഷ്ടം വൈഫിന് വേണമെന്നാണ് വൈഫിനോട് എടുത്തത്. അപ്പോൾ ഇത്രയ്ക്ക് പരിപാടിയുള്ളൂ. സെറ്റ് ചായ ബോംബെ ഹോട്ടൽ നമ്മളെ ബീച്ച് ഭാഗത്താട്ടോ. നമ്മൾ കോട്ട റോഡിനൊക്കെ വന്നാൽ കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ബീച്ചിലേക്ക് എത്തൂല. ആ ഒരു ഭാഗത്താണ് ലൊക്കേഷൻ അറിയാത്തവർക്ക്. ഗൂഗിൾ മാപ്പിലൊക്കെ ഇതിൻ്റെയൊക്കെ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ടുണ്ട്. കോഴിക്കോടൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബില്ലും വന്നിട്ടുണ്ട്. അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മധുരമൊക്കെ ആയിട്ട്. അതിങ്ങനെ കുറേ ചായൻ്റെ കൂടെയൊക്കെ കൂട്ടി നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു എരിവുണ്ടാവും, ചെറിയൊരു മധുരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. നമ്മൾ കോഴിക്കോട് ഭാഗത്താണ് സ്ഥിരം കാണാറുള്ളത്. ചായയും ബിരിയാണി എല്ലാം കുറേശ്ശെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ അത് പറഞ്ഞപ്പോൾ ബില്ല് ഇവിടുത്തെ ബിരിയാണിക്ക് 160 രൂപയെ വരുന്നുള്ളൂ. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഫൈൻ ഡൈൻ ഹോട്ടലുകളൊക്കെ 200 വരിക. ഇവിടെ ബിരിയാണിക്ക് 160 രൂപ. പിന്നെ ചായയിലൂടെ ഒരു നോർമൽ റേറ്റ് അല്ല ഒന്നുള്ളൂ. അതൊക്കെയാണ് നമ്മൾ കോഴിക്കോട് ഇങ്ങനെ
ചില വലിയ ഹോട്ടലുകളിൽ റേറ്റ് പിന്നെ ഇപ്പോൾ പേരങ്ങളില്ല റേമത്തിൽ 160 സംതിങ് ആണ് എനിക്കാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കിട്ടോ. അടിപൊളി ബിരിയാണി അല്ലേ?